നമ്മളിന്ന് നിരന്തരം കേൾക്കുന്ന ഒരു കാര്യമാണ് ഡിവോഴ്സ്, ബന്ധം വേർപെടുത്തുക. ഇന്ന് ഒരു വിവാഹം നടന്നു കഴിഞ്ഞാൽ മിക്കവാറും 2-3 കൊല്ലത്തിനുള്ളിൽ സ്ഥിരം കേൾക്കുന്ന ഒരു പല്ലവിയാണ് അവർ ഡിവോഴ്സായി, ഒത്തുപോകാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും കുഞ്ഞുങ്ങൾ 2-3 ഒക്കെ കാണും. ഇന്ന് ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരു കുട്ടിക്കളിയാണ്. ഇങ്ങനെയുള്ള ചിലർ പണ്ടുമുണ്ടായിരുന്നു. അവരവരുടെ സ്വകാര്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഇടമല്ല വിവാഹ ജീവിതം. അത് ഇരുകൂട്ടരും തമ്മിലുള്ളൊരു കമ്മിറ്റ്മെൻറ്റാണ്. ആരോടാണ്? ഇവരുടെ ഇടയിൽ ഇതൊന്നും അറിയാതെ ജനിച്ചു പോയ കുഞ്ഞുങ്ങളോട്. വീട്ടിൽ തുടങ്ങി കോടതിയിലെത്തുന്ന കേസുകളിൽ പലതും വളരെ വേദനിപ്പിക്കുന്നവയാണ്. ഇരു കൂട്ടരുടെ വാദങ്ങളെല്ലാം കഴിഞ്ഞ് അവസാനം സെറ്റിൽമെൻ്റ് ആകുമ്പോൾ നിസ്സഹായരായ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഉള്ള തീരുമാനം. ഇത്രയും വയസ്സ് വരെ അമ്മയോടൊപ്പവും പിന്നീട് അച്ഛനോടൊപ്പവും സത്യത്തിൽ അവർ അനാഥരാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് അച്ഛനും അമ്മയും അവരുടെ സൗകര്യത്തിനനുസരിച്ച് വീണ്ടും വിവാഹം ചെയ്യും. അതിൽ കുഞ്ഞുങ്ങളുണ്ടാകും. അതോടെ ഈ കുഞ്ഞുങ്ങൾ ഒരു ബാധ്യതയാകുന്നു. കഴിയുമെങ്കിൽ ഇരുകൂട്ടരും കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് അനാഥരാക്കുന്നതിന് മുൻപ് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുക. അല്ലെങ്കിൽ മറ്റൊരു വിവാഹം കഴിക്കാതിരിക്കുക. ഒരു വിവാഹം കഴിക്കുമ്പോൾ അറിയാമല്ലോ എല്ലാ സുഖങ്ങളും. പിന്നെന്തിന് വീണ്ടും ഒരു വിവാഹം? അത്രയെങ്കിലും ദയ കാണിക്കണം. ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ പിരിയാം, പക്ഷേ മറ്റൊരു വിവാഹം അരുത്.